നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 18 ജൂൺ, അതായത് മറ്റന്നാൾ അതിരാവിലെ 12 മണിക്ക് നടക്കാൻ പോകുന്ന ബൊറൂസിയ ഡോട്ട്മണ്ടും മെയിൻസും തമ്മിലുള്ള മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസുമാണ്. സോ നാളെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഒരുപാട് മാച്ചസ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് ഞാൻ കവർ ചെയ്യാത്തതെന്ന്. ഫസ്റ്റ് എന്നുള്ളത് നാളെ 23 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള മാച്ചായ ഫ്രാങ്ക്ഫൂട്ടും ഷാൽക്കെയും. എനിക്കതൊരു റിസ്കി ആയിട്ട് തോന്നുന്നു, ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. പിന്നെ ആസ്റ്റൺ വില്ല ഷെഫീൽഡ് യുണൈറ്റഡ്. ഒന്നാമത്തെ കാര്യം, ആസ്റ്റൺ വില്ലയും ഷെഫീൽഡ് യുണൈറ്റഡും ഒരേ രീതിയിൽ കളിക്കുന്ന ടീമാണ്. സോ അതിൻ്റെ പേരിൽ റിസ്ക്കിയാണ്. പിന്നെ പ്രീമിയർ ലീഗിൻ്റെ റീസ്റ്റാർട്ടിന് ശേഷമുള്ള ഫസ്റ്റ് മാച്ചാണ്. സോ അതിൻ്റെതായ റിസ്ക് വേറെയും. പിന്നെ ഡോട്ട്മണ്ട് ഞാനിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നു. പിന്നെ ജുവൻറ്റസ് നപ്പോളി പറയേ വേണ്ട, അൺബിലീവബിൾ മാച്ച് ആയിരിക്കും, ഒന്നും പറയാനില്ല. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും ആർസണലും, അതും എനിക്ക് ഒന്നും പറയാനില്ല. രണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. ഒന്നാമത് റീസ്റ്റാർട്ടിന് കഴിഞ്ഞിട്ടുള്ള ഒരു മാച്ചാണ്. എൻ്റെ ഒരു റിക്വസ്റ്റിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ കളിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു ടീം അങ്ങോട്ട് ജിയിൽ കളിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒസാസുന അത്ലറ്റിക്കോ മെഡ്രിഡിൻ്റെ കഴിഞ്ഞ മാച്ച് ആണെങ്കിൽ കൂടെ അവരൊരു ഡ്രോയിലാണ് പോയത്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോവേണ്ടതല്ല. എനിക്ക് തോന്നുന്നു ആ റീസ്റ്റാർട്ടിന് ശേഷം അവരൊന്നും സെറ്റ് ആയിട്ടില്ല ഇതുവരെയും. സോ ആ മാച്ച് ഞാൻ പ്രോബ്ലി അവോയ്ഡ് ചെയ്യാണ്. എനിക്ക് ഈസി ആയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ SL GL എല്ലാം ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ബൊറൂസിയ ഡോട്ട്മണ്ടും മെയിൻസുമാണ്. സോ ആ മാച്ചിൻ്റെ പ്രഡിക്ഷൻസിലേക്ക് നമുക്ക് പോകാം. നേരെ നമുക്ക് പ്രീവിയസിലേക്ക് പോകാം. ലാസ്റ്റ് നിങ്ങൾക്കറിയാം, ഡോട്ട്മണ്ട് ലാസ്റ്റ് മാച്ചിൽ ഞാൻ പറഞ്ഞു ചെറിയൊരു റിസ്ക്കാണ്. അതുപോലെ തന്നെ ഡോട്ട്മണ്ട് ആ മാച്ചിൽ ജസ്റ്റ് ഇഞ്ചുറി ടൈമിൽ ഹാലൻഡിൻ്റെ ഒരു 1 ഗോൾ ലീഡിലാണ് കഴിഞ്ഞ കളിയിൽ അവർ ജയിച്ചത് എഗൻസ്റ്റ് ഫോർച്യൂണ ഡെസൽഡോർഫ്. അത് റിസ്ക് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. മെയിൻ ഗോൾ സ്കോറേഴ്സ് ആരും തന്നെ കളിച്ചിട്ടില്ല. സോ ഓക്കെ, ഹാലൻഡാണ് അന്നത്തെ ഒരു മാച്ചിൽ ഗോൾ അടിച്ചത്. ഇഞ്ചുറി ടൈമിൽ സബ്ബായിട്ട് ഇറങ്ങിയിട്ടാണ് പുള്ളി ഗോൾ അടിച്ചത്. നോർവീജിയൻ ടീനേജർ ഇഞ്ചുറി കാരണം പുറത്തായിരുന്നു, നീ പ്രോബ്ലം കാരണം. സെക്കൻഡ് ഹാഫ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നു. ആഡഡ് ടൈമിൻ്റെ 5th മിനിറ്റ് ആയപ്പോൾ ഗോൾ അടിച്ചു. അങ്ങനെ 12 മാച്ചിൽ നിന്ന് 11 ഗോൾ എന്നുള്ള ടാലിയിലാണ് നിൽക്കുന്നത്. പുള്ളി തന്നെ കളിക്കാനായിരിക്കും ചാൻസ്. കാരണം നാളത്തെ മാച്ചിൽ ബ്രാൻഡിൻ്റെ എക്സ്പെൻസിൽ തന്നെ പുള്ളി കളിക്കും എന്നുള്ളതാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത്, ഓൾറെഡി ഫിറ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ സാറ്റർഡേ വേറൊരു മാച്ചുണ്ട്, RB ലൈപ്സിഗ് ആയിട്ട്. സോ നാളെ ഒരു മാച്ചിലും കൂടെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് കൊടുത്തിട്ട് ആ ഒരു മാച്ചിൽ ഫുള്ളായിട്ട് കളിപ്പിക്കുമോ എന്നുള്ള കാര്യവും ഡൗട്ടാണ്. പിന്നെ മാർക്കോ റൂയസ് ഇപ്പോഴും ഒരു ഡൗട്ടാണ്. മാർക്കോ റൂയസ് സ്റ്റിൽ ഇഞ്ചുവേർഡ് ആണ്. ഞാൻ മുന്നേയും എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. മെയിൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻസ് 4-0 ലോസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ഡോട്ട്മണ്ടുമായിട്ട് സംഭവിച്ചത്. അതിൽ സാൻജോ ഒരു ഗോൾ അടിക്കുകയും ചെയ്തു, അതിലൊരു അസിസ്റ്റ് കിട്ടുകയും ചെയ്തു. സോ അതിനുശേഷം അവരുടെ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസിന് വളരെ വളരെ ബാഡായിരുന്നു. ഒന്നാമത്തെ കാര്യം, അവരുടെ ബെസ്റ്റ് പ്ലെയറായ ക്വൈസൺ ഔട്ട് ഓഫ് ഫോം ആണ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, പുള്ളി ഒരു ഗോൾ പോലും റീസെൻ്റ്ലി അടിച്ചിട്ടില്ല, ഹൈലി ഔട്ട് ഓഫ് ഫോം ആണ്. പക്ഷേ SL നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പറയാം. സോ ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെയായിരിക്കും അവർ ഈ മാച്ചിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ റെഡിൽ ബാക്കു, മിഡ്ഫീൽഡർ ജിയൻപൽ ബെർട്ടസ്, അതെല്ലാം തിരിച്ചു വരാനാണ് ചാൻസ് ആസ് പെർ ദ കോച്ച്. സോ നാളെ അവരുടെ ടോപ്പ് ടീമിനെ തന്നെ ഇറക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കും മെയിൻസ്. കാരണം ബൊറൂസിയ ഡോട്ട്മണ്ടിനെതിരെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു ഫൈറ്റ് എങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി സാൻജോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാൻജോയെ ഓവർടേക്ക് ചെയ്ത് ആരും ഇത്രയധികം ഗോൾസ് സ്കോർ ചെയ്തിട്ടില്ല. ഓൾറെഡി ഇംഗ്ലീഷ് ആ ഒരു പ്ലെയർ സാൻജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 അസിസ്റ്റും 17 ഗോൾസുമാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഹാളൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഹാളൻ്റെ ഗോൾ സ്കോറിങ് കേപ്പബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഓരോ 72 മിനിറ്റ്സിൽ ഒരു ഗോൾ എന്നുള്ള സ്ട്രാറ്റജിയിലാണ് പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഡോട്ട്മണ്ട് ഗോൾ കീപ്പർ റോമൻ ബുർക്കി കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ റിവേഴ്സ് പിക്ചറിൽ ഒരു സിംഗിൾ സേവ് പോലും നടത്തേണ്ടി വന്നിട്ടില്ല. പക്ഷെ അത്രയധികം ഗോൾസ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് പുള്ളിക്ക് അധികം സേവ് ചെയ്യേണ്ടി വരാത്തത്.
സോ രണ്ട് ടീമും 78.6 മൈൽസ് ആണ് ഓടിയിട്ടുള്ളത്, മീൻസ് പിച്ചിൽ. ആ ടൈമിൽ നിന്ന് ഡോട്ട്മണ്ട് 2-1 ജയിച്ച ടൈമിൽ. പിന്നെ റോബിൻ കോയ്സൺ ആണ് മെയിൻസിന്റെ ടോപ്പ് സ്കോറർ, ജസ്റ്റ് 5 ഫ്യൂവർ ദാൻ സാൻജോ. പക്ഷേ റോബിൻ കോയ്സൺ ഹൈലി ഔട്ട് ഓഫ് ഫോം ആണ്. പിന്നെ യൂണിയൻ ബെർലിനും കൊളോഗ്നെയും ഓൾസ്വുഡും മാത്രമാണ് മെയിൻസിനേക്കാളും കൂടുതൽ ഫൗൾസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഫൗൾസ് കമ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ടീമാണ്, പെനാൽറ്റിക്ക് ചാൻസ് ഉണ്ട്. ഇനി ടീം ന്യൂസിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ എർലിംഗ് ഹാലൻഡ് തിരിച്ചു വന്നു എന്നുള്ള ഒരു ന്യൂസാണ്. ലാസ്റ്റ് മിനിറ്റ് വിന്നർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ മാർക്കോ റൂയിസ് ട്രെയിനിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിലും മെയിനിലേക്ക് കളിക്കാനോ അല്ലെങ്കിൽ സബ് വരാനോ ചാൻസ് ഇല്ല. റഷ് ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം റഷ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും, അതുകൊണ്ട് കളിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ തോമസ് ഡെലാനി ഇനി ക്യാമ്പയിനിൽ കളിക്കാൻ ചാൻസ് ഇല്ല, മസിൽ ഇഞ്ചുറിയാണ്, ഔട്ടാണ്. മാറ്റ് ഹമ്മൽസ് സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. സോ എംറെ ഖാൻ ഡിഫൻഡർ എന്നുള്ള പൊസിഷൻ മാറി ഇപ്പോൾ മിഡ്ഫീൽഡിലേക്ക് വരും എലോങ് സൈഡ് ആക്സൽ വിറ്റ്സൽ. പിന്നെ ദഹോദും അതുപോലെ സീസണിൽ നിന്ന് ഔട്ടാണ്, നീ ഇഞ്ചുറി എടുത്തിട്ടുണ്ട് ബേൺ മ്യൂണിക്ക് മാച്ചിനെതിരെ. പിന്നെ നിക്കോൾ ഷൂൾസ് അതുപോലെ തന്നെ ട്രബിൾ ചെയ്തിരിക്കുകയാണ് ഒരു ഇഞ്ചുറി ആയിട്ട്. പിന്നെ ഡാൻ ആക്സൽ സാഗഡോ ഓൾറെഡി റോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ് ക്യാമ്പയിനിൽ നിന്ന് ഫുള്ളായിട്ട്. പിന്നെ തായ്വോ അവനായി ഒരു സീരിയസ് കൺകഷൻ വച്ചിട്ടുണ്ട്, അതുകൊണ്ട് റോൾ ഔട്ട് ആണ്. പിന്നെ റിഡിൽ ബക്കു സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷേ എഡ്മിൽസൺ ഫെർണാണ്ടസ് 5 യെല്ലോ കാർഡാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അഡംസ് ലസായി പുള്ളിയായിരുന്നു മെയിനായിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളിയുടെ ആ ഒരു പൊസിഷൻ ജീൻ ഫിലിപ്പെ മാറ്റിട്ട്, ഒരു യങ് ടാലൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്, പുള്ളി കരസ്ഥമാക്കാനാണ് ചാൻസ്. പിന്നെ റോബിൻ സെറ്റ്നർ സീസണിൽ ഫുള്ളായിട്ട് ഔട്ടാണ് നീ ഇഞ്ചുറി കാരണം. പക്ഷേ ഫ്ലോറിൻ മുള്ളർ തന്നെയായിരിക്കും ഇനി ഗോളിയായിട്ട് വരാൻ പോകുന്നത്. പിന്നെ സ്റ്റീഫൻ ബെല്ല അവൈലബിൾ ആണ്, 7 months ഔട്ടായിരുന്നിട്ട് ആംഗിൾ പ്രോബ്ലം കാരണം സ്റ്റിൽ അവൈലബിൾ ആണ് ഫോർ സെലക്ഷൻ. ഇനി മാച്ച് ഫാക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബൊറൂസിയ ഡോട്ട്മണ്ട് ഓൾമോസ്റ്റ് ഡ്രോ എന്നുള്ള രീതിയിലാണ് ഹാഫ് ടൈം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫുൾ ടൈം ആകുമ്പോൾ ജയിക്കും എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് ലാസ്റ്റ് 3 മാച്ചിൽ നമുക്ക് കണ്ടുവരുന്നത്. സോ ബൊറൂസിയ ഡോട്ട്മണ്ട് ഫൈനലിലാവുമ്പോൾ എങ്ങനെയെങ്കിലും ജയിക്കും, പക്ഷേ ഹാഫ് ടൈം ആകുമ്പോൾ ഒരു ഡ്രോ, അങ്ങനെയാണ് അവരുടെ ആ ഒരു കോൺസെപ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ബൊറൂസിയ ഡോട്ട്മണ്ട് ലാസ്റ്റ് 6 ഹോം മാച്ചിൽ 5 എണ്ണം ക്ലീൻ ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ടീമാണ്. പിന്നെ മെയിൻസുമായിട്ടുള്ള 4 മാച്ചസിൽ ഗോൾസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2.5 അണ്ടർ ആണ്, അതായത് 2 ഗോൾസ് മിനിമം എന്നുള്ള രീതിയിലുള്ള 2 മുകളിൽ പോകാനുള്ള ചാൻസ് കുറവാണ്. ഇതെല്ലാം സ്റ്റാറ്റ്സ് ആണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സോ ഞാൻ എല്ലാം കൂടെ കണക്കിലെടുത്ത് ഞാനൊരു 2-0 എന്നുള്ള രീതിയാണ് പറയുന്നത്. കാരണം മെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാനായിട്ട് യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല. പ്രത്യേകിച്ച് ബൊറൂസിയ ഡോട്ട്മണ്ട് ഹോമാണ്. ബൊറൂസിയ ഡോട്ട്മണ്ട് ലാസ്റ്റ് 19 ലീഗ് മീറ്റിംഗ്സ് മെയിൻസുമായിട്ട് നടത്തിയിട്ടുള്ളതിൽ 15 എണ്ണം ജയിച്ചിട്ടുണ്ട്. സോ ഒരു കംഫർട്ടബിൾ ഹോം വിക്ടറി തന്നെ ആയിരിക്കും ചാൻസ് ഉള്ളത്. ഇനി SLPക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാൻജോ, എല്ലാവർക്കും അറിയാം സാൻജോ തന്നെയായിരിക്കും. പിന്നെ തോർഗൻ ഹസാർഡ് സപ്പോസ് കളിക്കുവാണെന്നുണ്ടെങ്കിൽ തോർഗൻ ഹസാർഡ് തന്നെയായിരിക്കും മെയിനായിട്ട്. പിന്നെയുള്ളത് ഹക്കീമി ആയിരിക്കും, പിന്നെ റാഫേൽ ഗുറേറോ, പിന്നെ അക്കഞ്ചി. പിന്നെ കോയ്സൺ നമുക്ക് SL അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലെയറാണ്. ഈവൻ SL ആണെങ്കിലും VC ഓപ്ഷനിൽ വരുന്ന ഒരു പ്ലെയറാണ്. സോ ഈവൻ ദോ ഔട്ട് ഓഫ് ഫോം ആണെങ്കിലും അവരുടെ ബെസ്റ്റ് പ്ലെയറാണ്, എപ്പോഴും വേണോ ഫോമിലേക്ക് തിരിച്ചു വരാമെന്നുള്ളൊരു പ്ലെയറാണ്. പിന്നെ ഹാളൻഡ്, ഓഫ് കോഴ്സ് ഹാളൻഡ് ആണ്. പിന്നെ ആക്സൽ വിറ്റ്സൽ. സോ ടീമിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. ബുർക്കി തന്നെ ആയിരിക്കും ഗോളി, പിന്നെ അക്കഞ്ചി, ഹമ്മൽസ്, പിഷക്, അതുപോലെ ഹക്കീമി ഒരു അഡ്വാൻസ് പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. പിന്നെ റാഫേൽ ഗുറേറോ, എംറെ ഖാൻ കഴിഞ്ഞ കളിയിൽ ഡിഫൻഡർ ആയിരുന്നെങ്കിൽ ഹമ്മൽസ് ഇവിടെ വന്നതുകൊണ്ട് തിരിച്ച് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ആക്സൽ വിറ്റ്സൽ, പിന്നെ തോർഗൻ ഹസാർഡ്, ജാഡൻ സാൻജോ, ഹാളൻഡ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ലസായിക്ക് പകരം മറ്റേറ്റ വരുന്നുണ്ട്. മറ്റേറ്റ ജീൻ പോൾ ബോയ്റ്റസ്, ഒസ്തുൻ അലി, പിന്നെ റോബിൻ കോയ്സൺ, ഡാനി ലെറ്റ്സ, ലിയാൻഡ്രോ ബറേറോ, റിഡിൽ ബെക്കു, ജെറേമിയ സെൻലെസ്റ്റെ, മൗസ നിയാഖതെ, ഡാനിയൽ ബ്രോസിങ്കി, പിന്നെ അവരുടെ ഗോളി ഫ്ലോറിൻ മുള്ളർ. ഇനി ഹോമിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോട്ട്മണ്ട് ബേൺ മാച്ചിൻ്റെ ആ ഒരു മാച്ച് ഒഴികെ ബാക്കി എല്ലാ കളിയിലും ജയിച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് 5 മാച്ചസിൽ ഒരെണ്ണം മാത്രമാണ് ലോസ്. അതുപോലെ ഗോൾസ് അക്സെപ്റ്റിംഗ് റേഷ്യോ കുറവാണ്, ഈവൻ ബെറ്റർ ദാൻ ബയൺ മ്യൂണിക്. ഒരു കളിയിൽ മാത്രമാണ് ലോസ് ചെയ്തിട്ടുള്ളത്, അതും ബയൺ മ്യൂണിക്കുമായിട്ട്.
ഇനി എവയുടെ കാര്യം നോക്കുമ്പോൾ മെയിൻസ് 12th പൊസിഷനിലാണ്. 2 കളിയിൽ ഡ്രോ, 8 കളിയിൽ ലോസ്, 5 കളിയിലാണ് ആ കൂടെ ജയിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഫ്രാങ്ക്ഫോർട്ടുമായിട്ട് ജയിച്ചിട്ടുണ്ട്, പിന്നെ ഹെർത്തയായിട്ട് ജയിച്ചിട്ടുണ്ട്. ബാക്കി 2 കളിയിൽ ഡ്രോ, 1 കളിയിൽ ലോസ് ആണ്. സോ ഒരു ഡ്രോയുടെ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ടീമിൻ്റെ ആ ഒരു ഏത് ടീമിനെതിരെയാണ് കളിക്കുന്നതെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ നാളെ ഒരു ഡ്രോ അല്ലെങ്കിൽ ലോസ് SL നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, വിൻ എന്നുള്ള രീതിയിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇനി ലാസ്റ്റ് ഹോം മാച്ചസ് ബോറൂസിയ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലാസ്റ്റ് ബയൺ മ്യൂണിക്കായിട്ട് മാത്രമേ അവർ തോറ്റിട്ടുള്ളൂ. ഇനി മെയിൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് യൂണിയൻ ബെർലിനുമായിട്ട് 1-1, FC കോലിനുമായിട്ട് 2-2, വൂൾസ്ബർഗുമായിട്ട് 4-0 ലോസ് ആണ്. പിന്നെ ഫ്രാങ്ക്ഫോർട്ടുമായിട്ട് ജയിച്ചിട്ടുണ്ട് ജൂണിൽ റീസെൻ്റ്ലി മാച്ചിൽ. ഇനി H2Hൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലബ് ഫ്രണ്ട്ലി മാച്ചിൽ അവർ FSV മെയിൻസ് ജയിച്ചു. പക്ഷെ അതൊരു ക്ലബ് ഫ്രണ്ട്ലി മാച്ചാണ്, ഒത്തിരി അധികം ജസ്റ്റ് ഒരു വാമപ്പ് എന്നുള്ള രീതിയിൽ മാത്രം കളിക്കുന്നതാണ്. ആ ഒരു മാച്ചിനെ നിങ്ങൾ സ്റ്റാറ്റ്സിൻ്റെ ബേസിൽ എടുക്കരുത്. പിന്നെ ബൊറൂസിയ ഡോട്ട്മണ്ടുമായിട്ടുള്ള എവേ മാച്ചിൽ മെയിൻസിൻ്റെ ഹോം മാച്ചിൽ ബൊറൂസിയ ഡോട്ട്മണ്ട് 4 ഗോൾ അടിച്ചിട്ടുണ്ട്. അതിന് മുന്നത്തെ മാച്ച് 2-1 ജയിച്ചു, അതിന് മുന്നത്തെ മാച്ചും 2-1 ഡോട്ട്മണ്ട് ജയിച്ചു. സോ ഓവർ ആൻഡ് അബോവ് നമുക്ക് കാണാൻ പറ്റുന്നത് ബൊറൂസിയ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ഈ ഒരു ക്ലബ് ഫ്രണ്ട്ലി മാച്ചിൻ്റെ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വാമപ്പ് മാച്ച് എന്നുള്ളത് നിങ്ങൾ കരുതിയാൽ മതി, അതിൻ്റെ സ്റ്റാറ്റ്സ് നിങ്ങൾ എടുക്കരുത് ദയവ് ചെയ്ത്. ഇനി ബൊറൂസിയ ഡോട്ട്മണ്ടിൻ്റെ ഹോമിൻ്റെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർക്കോ റൂയിസ് ആണ്. അത് കഴിഞ്ഞാൽ ജാഡൻ സാൻജോ വിത്ത് 9 goals and 7 assists. പിന്നെ എർലിംഗ് ഹാലൻഡ് 6 goal 1 അസിസ്റ്റ്. റാഫേൽ ഗുറേറോ 6 goal 2 അസിസ്റ്റ്. പിന്നെ പാൽക്കർ അൽഗസർ ഇപ്പോൾ ഈ ടീമിലല്ല, ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ തോർഗൻ ഹസാർഡ് 3 goal 6 അസിസ്റ്റ്. പിന്നെ വിറ്റ്സൽ, പിന്നെ ബ്രാൻഡ്. ഇനി അസിസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് സാൻജോ, അത് കഴിഞ്ഞാൽ ഹക്കീമി, തോർഗൻ ഹസാർഡ്, ജൂലിയൻ ബ്രാൻഡ്, ആക്സൽ വിറ്റ്സൽ, മാർക്കോ റിയോസ് പിഷ്ക്, പിന്നെ മാറ്റ് ഹമ്മൽസ്, റാഫേൽ ഗുറേറോ, എർലിംഗ് ഹാലൻഡ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരെല്ലാം മുന്നേ കണ്ടിട്ടുള്ളതാണ്. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, സ്ഥിരമായി കാണുന്നവർക്കെല്ലാം അറിയാവുന്ന ബൊറൂസിയ ഡോട്ട്മണ്ടിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും സ്റ്റൈൽ ഓഫ് പ്ലേ എല്ലാവർക്കും അറിയാം. ഇനി മെയിൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എവേ മാച്ചാണ്. അവരുടെ എവേ മാച്ചിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്ന റോബിൻ ക്വൈസൺ ആണ്. അതുപോലെ പീറി കുണ്ടെ നാളെ കളിക്കാൻ ചാൻസ് ഉള്ള പ്ലെയർ ആണ്. പിന്നെ ജീൻ പോൾ ബിയറ്റസ് ഉണ്ട്, പിന്നെ ലെവിൻ ഓസ്ട്രേലിയ ഉണ്ട്, ഡാനിയൽ ബ്രോസിൻകി, ജീൻ ഫിലിപ്പെ മറ്റേറ്റ, കാരിം ഒന്നീസ്വോ, മൗസ നിയാഖത്തെ, റിഡിൽ ബക്കു, പിന്നെ തായ്ബോ അവനൈ. ഇനി ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കൊടുത്തിട്ടുള്ള പ്ലെയർ ജീൻ പോൾ ബിയറ്റസ്, കരീം ഒന്നീസ്വോ, ലെവിൻ ഒസ്തനലി, അഡംസ് ലാസൈ, ഡാനിയൽ ബ്രോസിൻകി, ടാനിൽ അറ്റ്സ, ജെറമെ സെൻലെസ്റ്റ്, ലിയാൻഡ്രോ ബറേറോ മാർട്ടിൻസ്. ഇനി ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിൽ കാണാൻ പറ്റുന്ന ഒറ്റ പ്ലെയറേ ഉള്ളൂ, ക്വൈസൺ ആണ്. പിന്നെ ഒന്നീസ്വോ, ഒസ്നലി, കുണ്ടെ, ബോയ്റ്റസ്, ബ്രോസിൻകി. സോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാം ഇവിടെ ഏതൊക്കെയാണ് പ്ലെയേഴ്സ് ടോപ്പായിട്ട് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓവറോൾ സ്റ്റാറ്റ്സും കൂടെ എടുത്ത് കാണിച്ചത്. ഇനി അസിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എല്ലാം നിങ്ങൾ നേരത്തെ എവയിൽ കണ്ടിട്ടുള്ള പ്ലെയേഴ്സ് തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള പ്ലെയേഴ്സ് എന്നുള്ള രീതിയിൽ. ഇത് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ചാൻസ് ത്രൂ ഇൻഡിവിജ്വൽ സ്കിൽസ്, ക്രിയേറ്റിംഗ് സ്കോറിംഗ് ചാൻസസ്, സ്റ്റീലിംഗ് ദ ബോൾ ഫ്രം ദ ഓപ്പോസിഷൻ. വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പിംഗ് പൊസിഷൻ ഓഫ് ദ ബോൾ, ഫിനിഷിംഗ് സ്കോറിംഗ് ചാൻസസ്, ഡിഫെൻഡിംഗ് അഗൻസ്റ്റ് അറ്റാക്ക് ഡൗൺ ദ വിങ്സ്, അവോയ്ഡിംഗ് ഇൻഡിവിജ്വൽ എറേഴ്സ്, ഡിഫെൻഡിംഗ് സെറ്റ് പീസസ്, അവോയ്ഡിംഗ് ഫൗളിംഗ് ഇൻ ഡേഞ്ചറിങ് ഏരിയാസ്. സോ നിങ്ങളടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇതാണ്, അവരൊരുപാട് ഫൗൾസ് കൊണ്ടുവരുന്ന ടീമാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ കണക്കിലെടുക്കുക, പെനാൽറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മെയിൻസിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ടു ദ ബോൾസ് ഓഫൺ, അറ്റാക്ക് ത്രൂ ദ മിഡിൽ, ടേക്ക് ലോങ് ഷോട്ട്, ലോങ് ബോൾസ്, അറ്റംപ്റ്റ് ക്രോസ് ഓഫൻസ്, ടേക്ക് എ ലോട്ട് ഓഫ് ഷോട്ട്സ് ആൻഡ് അക്യുറസി. ഇനി ടീം കാണുന്നതിന് മുമ്പ് നമുക്ക് GL പിക്കിലേക്ക് പോവാം. GL പിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് GL പിക്ക് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ആണ്. ബ്രാൻഡ് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ള പ്ലെയർ ആണ്. ബ്രാൻഡ് സപ്പോസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്, നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം GL. പിന്നെ ഹമ്മൽസ്, സപ്പോസ് ബൊറൂസിയ നേരത്തെ പറഞ്ഞ പോലെ 0-0 വന്നു ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡർ ഗോൾ അടിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയർ ആണ് ഹമ്മൽസ്. സോ ഹമ്മൽസിനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ക്യാൻ എൻ്റെ മിക്കവാറും എല്ലാ വീഡിയോസും ഞാൻ പറയുന്നു നല്ല പ്ലെയർ ആണ്, ലോങ് ഷോട്ടിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ്. അതുപോലെ തന്നെ അന്ന് ഒരു മാച്ചിൽ നിങ്ങൾ റിപ്പീറ്റ് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഗോൾ അടിച്ചത് ക്യാനാണ്. പിന്നെ കുണ്ടെ കളിക്കാൻ ചാൻസ് ഉണ്ട്, കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കുണ്ടാണ് നാളത്തെ മാച്ചിൽ. പിന്നെ ബിയോട്ടസ് നല്ലൊരു പ്ലെയർ ആണ്, നിങ്ങൾക്ക് സ്റ്റാറ്റ്സ് കാണുമ്പോൾ അറിയാം.
പിന്നെ ഒസ്തുനലി നല്ലൊരു പ്ലെയറാണ്. പിന്നെ മറ്റേട്ട യങ് ആയിട്ടുള്ള ഒരു ടാലൻ്റ് ആണ്. സ്ലാസയ്ക്ക് പകരം കൊണ്ടുവരുന്ന ഫോർവേഡ് പ്ലെയർ ആണ്. ട്രൈ ചെയ്യണം ഡെഫിനറ്റ് ആയിട്ട്. പിന്നെ നിയാക്കട്ടെ അവിടെ ഡിഫൻഡറാണ്. അസിസ്റ്റ് ഓർ ഗോൾസ് പോസിബിൾ ആണ് ആൻഡ് എക്സ്ട്രീം കേസസ്. പിന്നെ ഒന്നീസോ നല്ലൊരു പ്ലെയർ ആണ്. നമ്മുടെ പ്ലെയിൻ ലൈനപ്പിലൊന്നും കാണുന്നില്ല, ബട്ട് സ്റ്റിൽ കളിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. ഇതാണ് എൻ്റെ GL പ്രഡിക്റ്റഡ് സ്കോർസ് എന്ന് പറയുന്നത്. ഇതിൽ 3-0, 1-0, 5-0 ഇതെല്ലാം അവരെ ഫേവർ ചെയ്യുന്നതാണ്. പിന്നെ 2-1 പോസിബിൾ ആണ്, 3-1 പോസിബിൾ ആണ്, 4-1 പോസിബിൾ ആണ്. ഇനി 0-1 ഹൈ റിസ്കി, അതുപോലെ 1-1 അതുപോലെ ഹൈ റിസ്കി. ഈ രണ്ടും ഹൈ റിസ്കി ആയിട്ടുള്ള സംഭവമാണ്. GL മാത്രം ട്രൈ ചെയ്യേണ്ട സ്കോർ ലൈൻസ് ആണിത്. SL ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു 2-0 അല്ലെങ്കിൽ 3-0 എന്നുള്ള റേഞ്ച് ആയിരിക്കും എപ്പോഴും വരുന്നത്. ഇനി എൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഞാൻ ടീം ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലീൻ ഷീറ്റ് എന്നുള്ള ഐഡിയയിൽ പോവാം. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു പ്ലെയർ നിങ്ങൾക്ക് ക്യാനെ റിമൂവ് ചെയ്യാം. സപ്പോസ് നമുക്ക് ക്യാനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹമ്മൽസിനെ ഇട്ടിട്ട് നിങ്ങൾക്കൊരു ക്ലീൻ ഷീറ്റ് എന്നുള്ള രീതിയിൽ പോകാം ഡെഫിനറ്റ്ലി. ഇതും ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നാളത്തെ മാച്ചിൽ നിങ്ങൾ ശരിക്കും പെടാൻ പോകുന്നത് ക്രെഡിറ്റിൻ്റെ ഇഷ്യൂ ആണ്. ഒത്തിരി ക്രെഡിറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. കാരണം നിങ്ങൾക്കിവിടെ കാണാം, സ്ട്രൈക്കറിൽ ക്വൈസണ്ട് 10.5, എർലിംഗ് ഹാലൻഡ് 10.5, ജാഡൻ സാൻചോ 10.5 ആൻഡ് 10, പിന്നെ ജീൻ പോൾ മെറ്റേറ്റ. ഇനി നിങ്ങൾ SLൻ്റെ ചോയ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്തിരിക്കുന്നത് ജാഡൻ സാൻചോ, പിന്നെ ക്വൈസൺ, അത് കഴിഞ്ഞാൽ തോർഗൻ ഹസാർഡ്, എർലിംഗ് ഹാലൻഡ്. ഇവിടെ ഒരു 0.5ൻ്റെ ആ ഒരു ഇഷ്യൂവിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി അധികം സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ തോർഗൻ ഹസാർഡിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹാലൻഡിനെ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാലൻഡിനെ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. കാരണം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ സ്കോർ ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയറാണ്. ബട്ട് ആ 0.5ൻ്റെ ആ ഒരു പ്രശ്നം കാരണം തന്നെ നമുക്ക് ഇടാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് ക്ലീൻ ഷീറ്റിലും പോകാം. ഇവിടെ ഒരു 3 ഡിഫൻഡറിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ക്യാനിനെയോ വിറ്റ്സലിനെയോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം SL. സോ ഞാൻ പറഞ്ഞ SL പിക്ക് എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് വേറൊരു ടീം ട്രൈ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ക്ലീൻ ഷീറ്റ് ടീം ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം, ഞാൻ ആരെയും ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ക്രെഡിറ്റിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ഡെഫിനറ്റ്ലി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവരുടെ ടോപ്പ് പ്ലേയേഴ്സ് എന്നുള്ള രീതിയിൽ എനിക്ക് ലാറ്റ്സെ മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ. അവരുടെ മെയിൻ പ്ലേയേഴ്സിനൊന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ബോയ്റ്റസും ക്വൈസും മാത്രമാണ് അവരുടെ മെയിൻ പ്ലേയേഴ്സ് എന്നുള്ള രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നത് ഡ്യൂ ടു ക്രെഡിറ്റ് റിസ്ക്. ഇപ്പം നിങ്ങൾക്ക് ക്രെഡിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പ്ലേയേഴ്സിനെ മാറ്റാൻ ഷഫിൾ ചെയ്യാം. ഞാൻ ഓൾറെഡി എൻ്റെ പിക്സ് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവും ആരെയൊക്കെ എടുക്കണം, ആരെയൊക്കെ റിലീസ് ചെയ്യണം എന്നുള്ളത്. സോ അതിനായിട്ട് ഞാൻ വീണ്ടും എൻ്റെ SL പിക്ക് കാണിക്കുകയാണ്. സാൻജോ, ഹസാർഡ്, ഹക്കീമി, ഗുറേറോ, അക്കൻജി, ക്വൈസൺ, ഹാലൻഡ്, ആക്സൽ വിറ്റ്സൽ. പിന്നെയുള്ള GL പിക്കിൽ ബ്രാൻഡ്, ഹമ്മൽസ്, ക്യാൻ, കുണ്ടെ, ബോയ്റ്റസ്, ഒസ്തുനലി, മറ്റേറ്റ, നിയാക്കത്തെ, ഒനീസ്വ ഇഫ് പ്ലേയിങ്. സോ ഞാൻ ഈ പറഞ്ഞേക്കുന്ന ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. അതുപോലെ ഇതാണ് എൻ്റെ പ്രെഡിക്റ്റഡ് സ്കോർ. SLൻ്റെ എൻ്റെ പ്രെഡിക്റ്റഡ് സ്കോർ സ്റ്റിൽ 2-0 അല്ലെങ്കിൽ 3-0 എന്നുള്ള രീതിയിലാണ്. 2-0 ഞാൻ കൺഫേം ചെയ്തില്ല, 3-0 ആവാം. ഓക്കെ. സോ നിങ്ങൾക്ക് ബൊറൂസിയയിൽ ഒരു പെനാൽറ്റിയിലൊരു കാര്യം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെനാൽറ്റി ആരാണ് എടുക്കുന്നുള്ളത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ജസ്റ്റ്. കാരണം പലരും പറയുന്നുണ്ട് പെനാൽറ്റിയുടെ കാര്യം കൂടെ ഒന്ന് കാണിക്കണം എന്നുള്ളത്. സോ പെനാൽറ്റി എടുക്കുന്നത് റൂയസ് ആയിരുന്നു, പക്ഷേ ഇതിന് ശേഷം ഒന്നും പെനാൽറ്റി എടുത്തിട്ടില്ല. മനസ്സിലാക്കുക, അതായത് റൂയിസ് ആണ് നോർമലി എടുക്കുന്നത്. അതിനുശേഷം ഒന്നും പെനാൽറ്റി എടുക്കാത്തത് കൊണ്ട് നമുക്ക് ആര് പെനാൽറ്റി എടുക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ ഹാലൻഡ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാൻജോ ആയിരിക്കാം. സോ ഡെഫിനറ്റ്ലി ആർക്ക് വേണമെങ്കിൽ എടുക്കാം. ഇനി ഫ്രീ കിക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റാഫേൽ ഗുറേറോ എടുക്കാറുണ്ട്, റൂയിസ് ആയിരുന്നു അവരുടെ മെയിൻ പ്ലെയർ, പിന്നെ ഹക്കീമി ഉണ്ട്, സാൻജോ ഉണ്ട്. സോ നാളെ സാൻജോ അല്ലെങ്കിൽ ഹാലൻഡ് ആയിരിക്കും നിങ്ങൾക്ക് പെനാൽറ്റിയിൽ കാണാൻ പറ്റുന്നത്. അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ അത്രയേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും കവർ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വരിക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു പ്രഡിക്ഷൻ വരെ എല്ലാവർക്കും ബൈ.